എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ യുകെയിലെ ഡ്രൈവേഴ്സ്മാരെയും ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ലേബർ ഗവൺമെന്റ് തങ്ങളുടെ ആദ്യ ബജറ്റിൽ ജനത്തിന് വലിയ ഭാരം ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട് നൽകുന്നു. മിക്ക നികുതികളും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയതിന് പിന്നാലെ ഡ്രൈവർമാരെ പിഴിയാൻ ഗവൺമെന്റ് ആലോചന സജീവമാക്കിയെന്നാണ് വ്യക്തമാകുന്നത്. വേദനിപ്പിക്കുന്ന ബജറ്റ് നികുതി വർധനവുകൾ ഇന്ധന ഡ്യൂട്ടിയെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പൊതുഖജനാവിൽ കുറവുള്ള 22 ബില്യൺ പൗണ്ടിന്റെ കമ്മി കുറയ്ക്കാനാണ് ഒക്ടോബർ 30 അവതരിപ്പിക്കുന്ന റേച്ചൽ റിവേഴ്സിന്റെ ബജറ്റ് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മോട്ടോറിസ്റ്റുകൾ ജാഗ്രത പാലിക്കാനാണ് RSC അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2022 മാർച്ചിൽ കൺസർവേറ്റീവ് ഗവൺമെന്റ് ലിറ്ററിന് 5 പൈസ ഫ്യൂഡൽ ഡ്യൂട്ടി കുറച്ചിരുന്നു. കൂടാതെ 2011 മുതൽ നികുതി 57.95 പെൻസിൽ മരവിപ്പിച്ച് നിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ റീവ്സ് ഇത് ലിറ്ററിന് 58 പെൻസിലേക്ക് ഉയർത്തുമെന്നാണ് RS മുന്നറിയിപ്പ് പറയുന്നത്. ലിറ്ററിൽ 10 പെൻസ് വരെ ഇന്ധന ഡ്യൂട്ടി ഉയർത്താനുള്ള സാധ്യതയും ട്രഷറി ആലോചിക്കുന്നതായി ഫെയർ ഫ്യൂവൽ UK സ്ഥാപകൻ ഫോർവാർഡ് കോക്സ് ചൂണ്ടിക്കാണിക്കുന്നു. പൊതുമേഖലാ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പള വർധനവുകളുടെ ഭാരമാണ് ജനം ചുമക്കേണ്ടി വരുന്നതെന്ന് ടോറികൾ ആരോപിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ടാക്സുകൾ വർധനവ് നടത്തിക്കൊണ്ട് പുതിയ ഗവൺമെന്റിന്റെ പുതിയ ബജറ്റാണ് നിലവിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ടാക്സ് വർധനവുകൾ പ്രതീക്ഷിക്കാം. ഇനിയും ഇതുപോലത്തെ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ടോപ്പ് 1 അപ്ഡേറ്റ് തയ്യാറാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.